ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്ര എന്ന രാമായണ പഠനത്തിൻ്റെ 32ാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇത് 33ാമത്തെ ഭാഗമാണ് ഇന്ന് നമുക്കിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ശ്രീരാമചന്ദ്രൻ വനയാത്രയ്ക്ക് തയ്യാറായി കൗസല്യാദേവിയുടെ അന്തഃപുരത്തിലേക്ക് എത്തുകയും അവിടുന്ന് ആ അമ്മയെ കൊണ്ട് സമ്മതം വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ആ അവസരത്തിൽ ലക്ഷ്മണൻ അതിനെ കുറേ ന്യായവാദങ്ങൾ നിരത്തുന്നു. അതിന് കൃത്യമായിട്ടുള്ളൊരു ഉപദേശം കൊടുക്കുന്നതോട് കൂടിയിട്ട്, ഏവർക്കും ഉപകാരപ്രദമായ ഒരു ഉപദേശം കൊടുക്കുന്നതോട് കൂടിയിട്ട് ലക്ഷ്മണന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു വരുന്നു. ആ അവസരത്തിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് ശ്രീരാമേന്ദ്രൻ പുറപ്പെടാൻ വേണ്ടി തയ്യാറാകുന്ന ഭാഗത്താണ് നിർത്തിയിട്ടുള്ളത്. ഇനി എന്താണെന്ന് നോക്കാം. അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാലതിങ്ങിച്ചയെന്നങ്ങുറച്ചിടണം അമ്മയും വർത്തൃകർമാനുകരണമെത്രേ പാതിവൃത്യനിഷ്ഠാപതു നാമെന്നു നിർണയം. മാതാവു മോദാലനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തപമാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപദാന്തികെ പ്രീതി കൈകണ്ടൊടുത്തുത്സംഗസീംനി ചേർത്താതരാൽ മൂർധനീ ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. സൃഷ്ടികർത്താവേ വിരഞ്ജപത്മാസനേ പുഷ്ടദയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായതിപ്പാലകന്മാരേ. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇതമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഘാടഘാടം പുണർന്നുടൻ. ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികന്നനുവദിച്ചിടിനാൾ. ഇവിടെ യാത്ര ചൊല്ലി പിരിയുന്ന വളരെ ദുഃഖമുണ്ടാക്കുന്നൊരവസ്ഥ. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കളാണ് ഇങ്ങനെ പോകുന്നിരിക്കട്ടെ, ഒരു വിദേശ യാത്രക്കാണ്, 14 കൊല്ലം കഴിഞ്ഞേ വരില്ലു, ഇനി 14 വർഷത്തേക്ക് മകനെ കാണാനേ പറ്റില്ല. എന്തായിരിക്കും അവസ്ഥ? വളരെ ദുഃഖകരമായിരിക്കും. ആ ദുഃഖകരമാണ് ഇവിടെ ഈ അമ്മ ചെയ്യുന്നത്.
അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ മകൻ്റെ കുറേ ഉപദേശങ്ങൾ, മകൻ സാക്ഷാൽ സാധാരണക്കാരനല്ല. ആ ശ്രീരാമചന്ദ്രൻ്റെ ഓരോ വാക്കുകൾക്കും അത്രയേറെ തൂക്കം വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷം, അല്ല മനസ്സിനൊരു ആശ്വാസം തോന്നി എന്നർത്ഥം. അങ്ങനെ അവിടുന്ന് അവസാന നിമിഷത്തിൽ പറയുന്നത് എന്താണ്? അച്ഛൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അമ്മയുടെയും ഇഷ്ടം എന്ന വിധത്തിൽ കാണാൻ കഴിയണം. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം എന്നർത്ഥം. ആഗ്രഹം എന്താണോ അതാണ് സ്വന്തം ആഗ്രഹം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കണം എന്നർത്ഥം. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കർമ്മങ്ങളെ പിന്തുടരുക. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മകൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഭർത്താവിൻ്റെ കർമ്മങ്ങളെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭർത്താക്കന്മാരെ കുറിച്ചല്ല, എന്നാൽ ഇന്നത്തെ ഭർത്താക്കന്മാരെ കുറിച്ചുമാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രേഷ്ഠനായ ഒരു ഭർത്താവാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ഭർത്താവിനെ അനുകരിക്കുക എന്നുള്ളതൊരു ഭാര്യയുടെ ഏറ്റവും വലിയ പാതിവൃത്യമാണ്. അവർ ചെയ്യുന്ന ചിലപ്പോൾ ഒരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മങ്ങളാവാം, അവർ ചെയ്യുന്ന സേവാപ്രവർത്തനങ്ങളാകാം, അവർ ചെയ്യുന്ന കൊള്ളരുതായ്മയല്ല, അവർ ചെയ്യുന്ന വൃത്തികേടുകളല്ല. അപ്പോൾ ഒരു ശ്രേഷ്ഠനായ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ അനുകരിക്കേണ്ടത് ആ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. കാരണം അങ്ങനെ ശ്രേഷ്ഠതയോടുകൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും? ഈ ഭാര്യയ്ക്ക് കിട്ടും. ആ ഭർത്താവ് മ്ലേച്ഛനാണ്, വൃത്തികെട്ടവനാണെങ്കിൽ ആ ഭർത്താവ് ചെയ്യുന്നതിൻ്റെ ഫലം ഈ ഭാര്യയെ ബാധിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്ത് വേണം? അങ്ങനെ ഭർത്താവ് ചെയ്യുന്നത് ശ്രേഷ്ഠമായ കർമ്മമാണെങ്കിൽ, അദ്ദേഹം ശ്രേഷ്ഠനാണെങ്കിൽ 100% ആ ഭാര്യ പൂർണ്ണമായും ആ ഭർത്താവിനെ അനുകരിക്കണം. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുത്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ ആകാൻ വേണ്ടി ശ്രമിക്കണം. ഭർത്താവിൻ്റെ മനസ്സിൽ സങ്കല്പത്തിലുള്ള ഭാര്യയായി തീരാൻ കഴിയണം. എന്നാൽ അത് ശ്രേഷ്ഠനാണെങ്കിൽ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ദുഷ്ടന്മാരായ ആൾക്കാരുണ്ട്, വൃത്തികെട്ടവരുണ്ട്. അവർ പലതരത്തിലുള്ള വൃത്തികേടുകളും ചിന്തിക്കും, അത് പറയുകയും ചെയ്യും. അപ്പോൾ അതിന് കൂട്ടു നിൽക്കുകയല്ല, അതിനെയും നമ്മൾ നേരായ വഴിക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. രണ്ടും നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവിടെ ശ്രീരാമചന്ദ്രന് 100% അറിയാം അച്ഛൻ്റെ സ്വഭാവം. അപ്പോൾ അച്ഛൻ്റെ ആ കർമ്മങ്ങളെ അനുകരിക്കുകയാണ് അനുകരിക്കണം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ലതാണ് പറയുമ്പോൾ അച്ഛൻ്റെ കർമ്മം അത്രയും ശ്രേഷ്ഠമാണെന്ന് മകൻ തന്നെ ഇവിടെ പറയുന്നു. അതുകൊണ്ട് അമ്മേ ടെൻഷൻ അടിക്കല്ലേ വേണ്ടത്, അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് അച്ഛനെ വേണ്ടുന്ന പിന്തുണ കൊടുത്ത് അച്ഛനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നതെന്നറിയോ? മാതാവ് മോതാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖം എനിക്കില്ല എന്നാണ് പറയുന്നത്. മാതാവ്, ഞാനിപ്പം വനയാത്രക്ക് പോവുകയാണ്, അത് അമ്മ അനുഗ്രഹിക്കുകയാണെങ്കിൽ, അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകും ആ യാത്ര. അമ്മ കരഞ്ഞ് കലങ്ങിയോട് കണ്ണോട് കൂടി നിന്ന് കഴിഞ്ഞാൽ അത് യാത്രയിൽ ബുദ്ധിമുട്ടും. നമ്മളിപ്പോൾ എവിടെ പോകുമ്പോഴും ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ഇവരൊക്കെ കരഞ്ഞ് കലങ്ങിയ കണ്ണോട് കൂടിയാണ് നമ്മളെ യാത്രയാക്കുന്നിരിക്കട്ടെ, നമുക്ക് കുറേ നേരത്തേക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും മാനസികമായിട്ട്. പക്ഷെ അവർ തിരിച്ച് സന്തോഷത്തോടു കൂടി നമ്മൾ പോവുകയാണെങ്കിലോ ആ സന്തോഷം നമുക്ക് കുറേ നീണ്ടു നിൽക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതും വലിയൊരു ഉപദേശമാണ് പറയുന്നത്. ഒരാളെ യാത്രയാക്കുമ്പോൾ സന്തോഷപൂർവ്വം വേണം യാത്രയാക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മ ദുഃഖിക്കാതെ സന്തോഷത്തോടു കൂടി എന്നെ കാനവാസത്തിൽ അയക്കുകയാണെങ്കിൽ എൻ്റെ യാത്രയും എൻ്റെ തുടർന്നുള്ള ജീവിതവും സുഖകരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ ഈ പറയുന്ന കൗസല്യാദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ടോ ഈ അവസരത്തിൽ ഈ പറയുന്ന കൗസല്യ ആ മകനെ സ്നേഹത്തോട് മടിയിലേക്ക് ഇങ്ങനെ ചേർത്ത് ഇരുത്തി ആ ശിരസിൽ കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. അത് ആനന്ദ കണ്ണീരെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ആ വേർപാടിൻ്റെ ദുഃഖത്തോടുള്ള കണ്ണീരാണ്. പക്ഷെ ദുഃഖത്തോടുകൂടി പറഞ്ഞയക്കാനും പറ്റില്ല. മകൻ പറഞ്ഞു സന്തോഷത്തോടുകൂടി അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദുഃഖവും സന്തോഷവും കൂടിക്കലർന്നുള്ള ഒരിത്. കാരണം മകൻ വിട്ടു പിരിയുകയാണ്. പക്ഷെ മകൻ്റെ നിർബന്ധം ഇങ്ങനെയാണ്. അപ്പോഴെന്ത് വേണം? ആ മകനെ ചേർത്ത് പിടിച്ച് ആ മടിയിൽ ഇരുത്തി ആ
ആ മൂർധാവിൽ ഇങ്ങനെ ഇതാക്കി സമയത്ത് കണ്ണുനീരിങ്ങനെ അടർന്ന് വീഴുന്നു ഈ ശരീരത്തിൽ, ഈ ശ്രീരാമൻ്റെ ശരീരത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് മകനെ യാത്രയാക്കണ്ടേ? ആ അവസരത്തിൽ ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസനേ. ബ്രഹ്മാവിനെ വിളിച്ചത് സൃഷ്ടികർത്താവ്, വിരിഞ്ച പത്മാസനൻ, വിടർന്ന താമരയിൽ ഇരിക്കുന്നവൻ. അപ്പോൾ ആ വിരിഞ്ച പത്മാസനായിട്ടുള്ള ബ്രഹ്മദേവനയോട് പറയുകയാണ്. അതുപോലെ തന്നെ പുഷ്ടതയാപ്തേ പുരുഷോത്തമാഹരേ, മഹാവിഷ്ണുവിനെ വിളിച്ചു. മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ, ഗൗരിയുടെ ഭർത്താവായിട്ടുള്ള മഹാദേവനെ വിളിച്ചു. എന്നിട്ടോ 8 ദിക്കിനും കാവൽക്കാരായിട്ട് ദിക്പാലകരായിട്ടുള്ള ആൾക്കാരോട് പറയുകയാണ്. അതാണ് പിന്നത്തെ വരിയിൽ പറയുന്നത്. വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ, ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി, സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. അവിടെ പറയാണ്, ദിക്പാലകരെ വിളിച്ചു, ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാക്കി തരുന്ന ദുർഗാദേവി, എൻ്റെ മകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, ഇവിടെ എങ്ങനെ പറയുന്നു, എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ അവസരത്തിലും നിങ്ങൾ രക്ഷിക്കണേ എന്ന് പറയുകയാണ് ഇവിടെ ഈ അമ്മ ചെയ്യുന്നത്. എന്നിട്ട് 14 വർഷം വനവാസം അനുഷ്ഠിച്ചു വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹിക്കുന്നുണ്ട്, ദുഃഖത്തോടുകൂടി അനുഗ്രഹിച്ച് വിടുന്നു. ഈ അവസരത്തിൽ ഇനി ലക്ഷ്മണൻ്റെ ഭാവത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീരാമന് പോകാനുള്ള വിസയും പാസ്പോർട്ടെല്ലാം തയ്യാറായി. ഈ അവസരത്തിൽ സന്തത സഹചാരിയായ ലക്ഷ്മണൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും പെരുമാറുക നമുക്ക് നോക്കാം. തൽക്ഷണേ രാഘവൻ നത്വാ സദ്ഗദ്ഗദം, ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളെപ്പാടു കേട്ടു തീർന്നു തുലോം. തുൽപാദ സേവാർത്ഥമായി നിന്നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുവാനെന്നുമേ. മോദാലതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രാദയാനിതേ. പ്രാണങ്ങളെ കളഞ്ഞിടുവിൻ അല്ലായിൽ ഏണാംഗ തുല്യാവതനാരഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. ശ്രീരാമചന്ദ്രനോട് ലക്ഷ്മണൻ പറയുന്ന വാക്ക്, അങ്ങ് അല്പം മുന്നേ ഗംഭീരമായിട്ട് ഒരു ഉപദേശം എനിക്ക് തന്നു. അതിലെൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു കഴിഞ്ഞു. ഇനി ആർക്ക് അതിലടുത്ത് സംശയങ്ങളൊന്നുമില്ല. അങ്ങയുടെ വാക്കുകൾ എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി തന്നു. അതുകൊണ്ട് ഇനി അങ്ങ് പുറപ്പെടുന്ന അവസരത്തിൽ അങ്ങയുടെ പാദസേവകനായി അങ്ങയോടൊപ്പം എന്നെയും കൊണ്ടുപോകണം. എനിക്കും അങ്ങയോടൊപ്പം വരാനുള്ള അനുവാദം തരണം ദയാനിധേ സീതാപദേ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങ് അനുവദിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ഇവിടെ ഇല്ലാതെയാക്കും. ശ്രീരാമൻ പിന്നെ അധികം സംസാരിക്കാൻ നിന്നില്ല. കാരണം എന്താ അറിയോ, ഈ യാത്രയിൽ നിന്നല്ല, ആ ജനിച്ച നാൾ തൊട്ട് ഇന്നേ വരെ അവർ ഒന്നിച്ചായിരുന്നു. രാവണവധം നടക്കുന്ന സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ചാണ് വേണ്ടത്. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, ശരി നീ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലക്ഷ്മണനും യാത്രക്കുള്ള തയ്യാറെടുപ്പായി. ഇനി എന്താണ്? വൈദേഹി തന്നോട് യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ.
ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാം തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്തു കൃപാനിധേ. വാരണവീരൻ എങ്ങുമമാവല്ലഭ ഘാരദപത്രവും താലവൃന്ദാദിയും ചാമരദുന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇവിടെ നേരെ സീതാഗൃഹത്തിലേക്ക് ശ്രീരാമൻ പോവുകയാണ്. എന്നുവെച്ചാൽ ശ്രീരാമൻ്റെ അന്തഃപുരത്തിലേക്ക്. അവിടെ പോകുന്ന അവസരത്തിൽ സീതാദേവി ഒരു സ്വർണ്ണപാത്രത്തിൽ വെള്ളമെടുത്ത് നേരെ ഭർത്താവിൻ്റെ അരികിലേക്ക് വരുന്നു. ഇവിടെ തന്നെ ഭർത്താവിൻ്റെ പാദങ്ങളെല്ലാം കഴുകുന്നു. എന്നിട്ട് ലജ്ജയോടുകൂടി, ആദ്യമായിട്ടാണ് ശ്രീരാമൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുന്നത്, വളരെ അപൂർവ, കൊട്ടാരത്തിലേക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് ആ ഒരു സംശയവും അല്പം നാണത്തോടു കൂടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അകമ്പടിയില്ലാതെ ആരും ഒന്നിച്ചില്ലാതെ എഴുന്നള്ളിയത് എന്ന് ചോദിക്കുന്നു. പൊതുവെ ശ്രീരാമചന്ദ്രൻ വരുന്ന അവസരത്തിൽ ദൂരത്തിനേ അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് പറ്റുന്നത്? ആ വരുന്ന അവസരത്തിൽ ആനയുടെയും അതുപോലെ തന്നെ വെഞ്ചാമരവും വെൺകൊറ്റ കൊടകളും അതുപോലെ തന്നെ താലവൃന്ദവും ഒക്കെ നിരവധി ആൾക്കാരിങ്ങനെ അകമ്പടിക്കാരായിട്ടുണ്ടാകും. അപ്പോൾ അവരൊക്കെ വരുന്നതിന് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകും. ഇത് മാത്രവുമല്ല, ഈ ശ്രീരാമചന്ദ്രൻ വരുന്ന വിവരം അവർ വിളിച്ചു പറയും, ഇതാ രാജാവ് എഴുന്നള്ളുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ. അതുപോലെ ഇങ്ങനെ അവർ വരുന്ന വിവരം മുൻകൂട്ടി വിളിച്ചു പറയും. ഇതൊന്നുമില്ലാതെയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോഴാണ് ചോദിച്ചത് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ വരുമ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ട്. സാധാരണ വരുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഒരാൾ വരുന്നത് കിട്ടിയത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നിത്യവും കുടിച്ച് കൂത്താടി വരുന്ന ഒരാളാതിരിക്കട്ടെ, ഒരു ദിവസം ഒരു മദ്യം ഒന്നും കഴിക്കാണ്ട് നല്ല സുസ്മൃത വദനനായിട്ട് സന്തോഷത്തോട് ചിരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഭർത്താവ് എന്താ ഇതിനെ പറ്റിയെന്നുള്ളൊരു അത്ഭുതം ഭാര്യയ്ക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ സ്ഥിരമായി മദ്യപിക്കാത്ത ആൾക്കാർ ഒരു കുടിച്ച് കൂത്താടിയിട്ട് വരുന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നം തോന്നുന്നു, എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഭാര്യയ്ക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു സന്ദേശം തരുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഇവിടെ ഭാര്യയും ഭർത്താവും അത്രയും നല്ല ബന്ധം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവിനെ അറിഞ്ഞ്, ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നവളായിരിക്കണം ഭാര്യ. ആ ഭർത്താവിൻ്റെ എല്ലാ നിയന്ത്രണവും ആ ഭാര്യയുടെ കയ്യിലായിരിക്കണം. കടിഞ്ഞാൺ, അങ്ങനെ കടിഞ്ഞാൺ അവരുടെ കയ്യിലെത്തുമ്പോഴാണ് അവർ മദ്യപാനികളിൽ മയക്കുമരുന്നിൻ്റെയോ പരസ്ത്രീ ബന്ധത്തിലോ പോകാതെ ഉണ്ടാവുക. അനാവശ്യമായിട്ട് പണച്ചെലവില്ലാത്ത രീതിയിലേക്ക് വരും. എങ്ങനെയുള്ള ഭാര്യ അറിയാം? നല്ല പതിവ്രതയായിട്ടുള്ള ഭാര്യയാണ്. ഭാര്യയ്ക്കും അനാവശ്യ ചെലവുണ്ടാവാൻ പാടില്ലേ? ഭർത്താവിൻ്റെ പണം മുഴുവൻ വാങ്ങിച്ചിട്ട് ദൂർത്തടിക്കുന്ന ഭാര്യമാരുണ്ട്, അതല്ല പറയുന്നത്. അപ്പോൾ ആ ഭർത്താവിൻ്റെ കടിഞ്ഞാൻ ഭാര്യമാരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഭർത്താവ് മദ്യപാനിയാണെങ്കിലും ദൂർത്തായിട്ട് പോകുന്ന ആളാണെങ്കിലും പരസ്ത്രീ ബന്ധത്തിൽ പോകുന്ന ആൾക്കാരെയും ഇല്ലാതെയാക്കാൻ കഴിയും. കാരണം അതുപോലെ സ്നേഹപൂർവ്വം ആ ഭർത്താവിനെ തൻ്റെ പരിധിയിലാക്കണം. സ്നേഹം കൊണ്ടാണ് പരിധിയിലാക്കേണ്ടത്, അല്ലാതെ ഭീഷണി കൊണ്ടല്ല. നിങ്ങൾ വന്നിട്ടെങ്കിൽ ഞാൻ പണി എൻ്റെ വീട്ടിലേക്ക് പോകും, ഇല്ല ഞാൻ ഇപ്പം ചത്ത് കളയും, ഇതല്ല. അപ്പോൾ ഇവിടെ നോക്കൂ, സീതാദേവി ശ്രീരാമചന്ദ്രൻ വന്ന ഉടൻ തന്നെ ആ പാദങ്ങൾ കഴുകി. അത് ഭാര്യ ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. കാരണം ഇവിടെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ വരുമ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ഇത് വെക്കും. എന്താണെന്നറിയാം? ഒരു കിണ്ടിയിൽ വെള്ളം. അതിന് മുമ്പത്തെ കാലഘട്ടങ്ങളിൽ വീട്ടിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും ആ കിണ്ടിയിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് കാലിന് ഒഴിച്ചു കൊടുത്തിട്ട് അവർ കാല് കഴുകും, അവർ കയറി വരും. പിന്നീട് കിണ്ടി അവിടെ വെക്കും, കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് അവർ കാല് കഴുകിയിട്ട് കയറി വരും. വീട്ടിലേക്ക് കയറി വരുന്ന കാല് കഴുകി ശുദ്ധിയോടുകൂടി വരും. ഇവിടെ രണ്ടാണ് കാര്യം. ഒന്ന്, കാലുള്ള അഴുക്കൾ പോയി കിട്ടും. രണ്ടാമത്, പാദം നനയുമ്പോൾ നമ്മുടെ ശിരസ് വരെ അതിൻ്റെ ആ ഗുണം കിട്ടും, ആ തണുപ്പ്. കലങ്ങി മറിഞ്ഞ മനസ്സ് പോലും അല്പം തണുക്കും.
ദേഷ്യത്തോടു കൂടി വരുന്ന ആൾക്കാരുടെ മനസ്സും അല്പം തണുക്കും എന്നർത്ഥം. എന്നാൽ ശരിക്കും നമുക്ക് തലയിലൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അന്ന് ഗുണം കിട്ടും. അപ്പോൾ വരുന്നാളുടെ തലയിൽ നമുക്ക് വെള്ളം എടുത്ത് ഒഴിക്കാൻ പറ്റല്ലോ. അപ്പോൾ പാദത്തിലേക്ക് നനഞ്ഞു കഴിഞ്ഞാൽ പാദത്തിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും നമ്മൾ ആ നനഞ്ഞ വെള്ളത്തിൽ കാൽപാദം വെക്കുമ്പോൾ ആ തണുപ്പ് നമ്മുടെ മനസ്സിനടക്കം ലഭിക്കും. അപ്പം കലഹമില്ലാത്ത ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാകും ആ കുടുംബത്തിൽ. കാരണം നല്ല ദേഷ്യത്തോടു കൂടി വന്നെങ്കിലും അല്പം പൊറുക്കാനും ക്ഷമിക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ ഭർത്താവ് എത്തും. അതാണ് പണ്ട് കാലങ്ങളിൽ ഭർത്താവ് വരുമ്പോൾ പാദം കഴുകി കൊടുക്കുന്നത്. ഇന്നൊന്നും പാദം കഴുകാനൊന്നും ആൾക്കാർ നിൽക്കില്ല, ഇന്ന് പാദം വലിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഭർത്താവിനെ നമ്മുടെ പരിധിയിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറ്റുക. അതല്ലാതെ പിന്നീട് നമ്മൾ അവരെ സ്നേഹത്തിൽ നിന്നും വിട്ട് അവർ ദൂരെ എത്തിയതിന് ശേഷം അയാളിപ്പം ഭയങ്കര മദ്യപാനിയാണ്, അയാൾ പ്രശ്നക്കാരനാണ്, അടി തൊഴി ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതും അവരുടെ ഇതാണ്. അത് നയപരമായിട്ട് അവരെ നമ്മുടെ പരിധിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട എന്നർത്ഥം. എന്തോ ആവട്ടെ. ഇനി ഇവിടെ നമുക്ക് പറയേണ്ടത് സീതാദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്താണ് ഇങ്ങനെ എഴുന്നള്ളാൻ കാരണമെന്ന്. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ പറയുന്ന വാക്കുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇത്തം വിദേഹാൽപജവചനം കേട്ടു പൃഥ്വിപതിസുതൻ താനുമരുൾ ചെയ്തു, തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതൻ അറിയടോ. ഇവിടെ പറയുന്നത് വെച്ചാൽ എനിക്ക് പുണ്യമുണ്ടാകാനായിട്ട് അച്ഛൻ ദണ്ഡകരാജ്യം, ദണ്ഡകാരണ്യം, വനം പാലിക്കാനാണ് എനിക്ക് അവസരം തന്നിട്ടുള്ളത്. അപ്പോൾ അത് പാലിക്കാനായിട്ട് ഞാനിപ്പോൾ പോകേണ്ടതായിട്ടുണ്ട്. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു, മനസ്സേ ഖേദമിളച്ചു വാണിടുക, മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു, സുഖേനേ വസിക്ക നീ വല്ലഭേ. വർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ, രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും, എന്നിരിക്കേ വനരാജ്യം തരൂപതിൻ ഇന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം? മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോടും, വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തൻവീകുല മൗലി മാലികേ കേൾക്ക നീ, മന്നവൻ കേകയാ പുത്രിയാമമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിനന്യൂന വിക്രമം കൈകൊണ്ടുപോയ നാൾ ഒന്നു വരദനെ വാഴിക്ക എന്നതും, എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും, മാതാവിനാശു വരവും കൊടുത്തിതു. താതൻ അതുകൊണ്ടു ഞാനിനി പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവാൻ ഞാൻ, നീ അതിനേതും മുടക്കം പറകല്ലോ. മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. കേട്ടല്ലോ, ഇവിടെ പറയുന്നത് സീതാദേവിയോട് ഉണ്ടായ സംഭവങ്ങൾ അങ്ങോട്ട് പറയുകയാണ്. അച്ഛൻ വനത്തിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീ എന്ത് വേണം? ഇനിയുള്ള നാളുകൾ ഒരു 14 വർഷം അത് യാതൊരു ദുഃഖവുമില്ലാതെ അമ്മയായിട്ടുള്ള കൗസല്യയെ പരിപാലിച്ച് സന്തോഷത്തോടു കൂടി കഴിയുക എന്നാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ പറയുന്നത്. നീ സുഖേന വസിക്കുക എന്ന്. ഒരിക്കലും സുഖമുണ്ടാകില്ല, അത് വേറെ കാര്യം. ആദ്യത്തെ കുറേ കാലം വളരെ ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് അതായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുക.
സീത ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം വരെ അച്ഛൻ പറഞ്ഞത് എന്താണ്? അഭിഷേകം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, രാത്രിയിൽ പോലും അങ്ങയെ കാണാതിരിക്കാൻ അങ്ങയുടെ അച്ഛന് കഴിയില്ല. ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കാണാതിരിക്കുമ്പോൾ സഹിക്കാൻ പറ്റാതെ അന്വേഷിക്കുന്ന ദശരഥനാണ്. അങ്ങനെയുള്ള ദശരഥൻ പിന്നെ എന്തിനാണ് അങ്ങക്ക് ഈ വനരാജ്യം തന്നിട്ടുള്ളത്? ഇതാണ് ചോദ്യം. ഇന്നലെ പറഞ്ഞു രാജ്യാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു സംശയം പോലെ ചോദിക്കണം, അങ്ങ് പറയുന്നത് സത്യം തന്നെയാണോ? ആ കഥ, ആ വൃത്താന്തങ്ങളെല്ലാം ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ പറയുന്നത് അഭിഷേകം, ഇന്ന് പറയുന്നത് വനത്തിൽ പോകണമെന്ന്. ഇനി എന്താണ് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. അപ്പോൾ കാര്യങ്ങളൊന്ന് പറയൂ എന്ന് കേട്ടപ്പോഴാണ് ഈ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, സീതയെ, അമ്മയ്ക്ക് അച്ഛൻ 2 വരം കൊടുത്തിട്ടുണ്ട്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ വെച്ചിട്ട് ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അങ്ങോട്ട് വിവരിച്ചു. ആ 2 വരങ്ങളും ഇപ്പോൾ വേണമെന്ന് പറയുകയാണ് ആര്? ഈ ദശരഥ ഭൂപനോട് കൈകേയി. അപ്പോൾ അങ്ങനെ കൊടുത്തില്ല എങ്കിലോ സത്യലംഘനം നടക്കും. എന്തുകൊണ്ടാ? ശ്രീരാമൻ അല്ലെ ദശരഥൻ ഈ കൈകേയി മാതാവിനോട് സത്യം ചെയ്ത് പറയാണ്, നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിപ്പിച്ചു തരാം, എൻ്റെ ശ്രീരാമനാണ് സത്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ ഞാൻ പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല എങ്കിൽ അച്ഛന് സത്യവിരോധം സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത ആ വരങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വനത്തിൽ പോയിട്ട് ഈ കൊടും വനം ദണ്ഡകാരണ്യത്തിൽ 14 വർഷം ഞാൻ അവിടെ വസിക്കാൻ പോവുകയാണ്. ഒരു പ്രയാസവും കൂടാതെ 14 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തും. നീ അതിനൊരു കാരണവശാലും മുടക്കം പറയരുത്. എന്നിട്ട് നീ എന്ത് വേണം? ദുഃഖങ്ങളെല്ലാം കളഞ്ഞ് അമ്മയെ സേവിച്ചും കൊണ്ട്, അമ്മയെ ശുശ്രൂഷിച്ചും കൊണ്ട് ശിഷ്ടകാലം ഈ ഒരു 14 വർഷം കഴിയുന്നത് വരെ നീ അവിടെ കഴിയുക. മനസ്സിലായല്ലോ? ഇതാണ് ഇവിടെ സീതാദേവി അവിടെ പറഞ്ഞിട്ടുള്ളത്. സീതാദേവിയോട് ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് പറയുന്നത്? രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശശീമുഖി താനും അരുൾ ചെയ്തു, മുന്നിൽ നടപ്പാൻ വനത്തിനു ഞാൻ മമ, പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്ന ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയാവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതും തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ, ഘോരസിംഹാപ്യാഗ്രസൂകരസൈരഭവാരണ വ്യാളവല്ലുക മൃഗാദികൾ, മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റു ദുഷ്ടജന്തുക്കൾ, സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം, നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാ ഭയമെന്നറിഞ്ഞിടോ. നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. ദശരഥനും കൈകേയിയും തമ്മിലുള്ള പ്രശ്നങ്ങളും അതിനുശേഷം ആ പ്രശ്നങ്ങളിലൂടെ അടിസ്ഥാനത്തിൽ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതും, എന്നാൽ മാത്രമേ അച്ഛന് സത്യവിരോധം വരാതിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ എന്നെ പോകാൻ അനുവദിക്കണം, ഒരു തരത്തിലും നീ എന്നെ തടയരുത് എന്ന് പറയുമ്പോൾ സീതാദേവി പറഞ്ഞെന്താണെന്നറിയോ? വലിയൊരു കാര്യമാണ്, മാതൃകയാക്കണ്ടേ. എന്താ പറഞ്ഞിരിക്കുന്നത്? മുന്നിൽ നടപ്പാൻ വനത്തിന് ഞാൻ, അങ്ങ് പോയിക്കോളൂ, ധൈര്യത്തിൽ പോയിക്കോളൂ, ഒരു പ്രയാസവും എനിക്കില്ല. പക്ഷെ എന്തുണ്ടറിയോ? അങ്ങയുടെ മുന്നിൽ ഞാനാണ് ഉണ്ടാകുന്നത്, മുന്നിൽ ഞാൻ നടക്കും, എൻ്റെ പുറകിൽ വേണം അങ്ങ് വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭർത്താവ് എന്താണോ ഇച്ഛിക്കുന്നത്
ഭർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ചെയ്യാൻ പോകുന്നത്, ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ നല്ല നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്, ഈ അവസരത്തിൽ ഭർത്താവിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് മുന്നിൽ നിൽക്കേണ്ടവളാണ് ഭാര്യ. അത് സീതാദേവി ഇവിടെ പറയുകയാണ്, ഞാൻ മുന്നിലുണ്ടാകും. അങ്ങ് വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എന്താ പറഞ്ഞത്, അതെന്തിനാണ് പോകുന്നത്, എന്താണ് അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ പോകാണ്ടെന്നൂടെ, ഭാര്യയായി എന്നോട് ഉത്തരവാദിത്വമുണ്ട്, അങ്ങ് പോകാൻ പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഭാര്യമാർ അങ്ങനെയാണല്ലോ പറയാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എൻ്റെ വീട്ടിൽ പോയി താമസിക്കുക, ഇതൊക്കെ പറയുന്നതാണല്ലോ. അതുപോലെയല്ല യഥാർത്ഥത്തിൽ ശ്രേഷ്ഠയായ ഭാര്യമാര്. ആ സീതാദേവി പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ നടന്നോട്ടെ, അങ്ങ് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണം, അച്ഛൻ കൈകൈ നമുക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കണം, ഒക്കെ ശരിയാണ്. അപ്പോൾ എന്ത് വേണമെന്നറിയോ, അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അങ്ങയുടെ ഈ കർമ്മം പൂർത്തീകരിക്കാൻ അങ്ങയ്ക്ക് മുന്നിൽ ഞാനാണ് ആദ്യം ഉണ്ടാവുക, അതിന് പിറകെയായിട്ട് അങ്ങ് വന്നാൽ മതി. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഏറ്റെടുത്തോളും, വിഷയമില്ല, അതിനൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ, എന്നെ കൂടാതെ പോകുന്നത് അങ്ങേക്കൊരിക്കലും ഉചിതമല്ല. അങ്ങ് പോയിക്കോളും, വിഷയമൊന്നുമില്ല, പക്ഷെ ഞാനില്ലാതെ അങ്ങയുടെ യാത്ര അതൊരു ശരിയായ ഒരു യാത്രയാവില്ല. ഞാനും കൂടി ഉണ്ടെങ്കിലേ അത് പൂർണ്ണതയിലെത്തും. അതുകൊണ്ട് അങ്ങ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ സീതയോട് പറയുകയാണ്, കാകുൽസ്ഥനാഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടാൻ. നാഗേന്ദ്രകാമിനി എന്ന് പറഞ്ഞാൽ ഈ സീതാദേവിയെയാണ് പറയുന്നത്. കാകുൽസ്ഥൻ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രനെയാണ് ഇവിടെ കുറിക്കുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ, എങ്ങനെയാ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്, കാരണം അതിഗംഭീരമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് എവിടെയും. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതും തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ, ഭയങ്കരങ്ങളായിട്ടുള്ള സിംഹവും കടുവയും പന്നിയും കാട്ടുപോത്തും ആനയും പാമ്പും അങ്ങനെ നിരവധി കരടിയും ചെന്നായും മനുഷ്യനെ പോലും തിന്നുന്ന തരത്തിലുള്ള രാക്ഷസന്മാരും ഒക്കെ അവിടെ നിരവധിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് എങ്ങനെയാ നമുക്ക് പോകാൻ പറ്റുക, അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഇത്രയും ഇതെല്ലാം സ്ഥലത്തേക്കാണ് പൊതുവെ ഒരു പുരുഷന്മാർക്ക് പോലും പോകാൻ കഴിയില്ല. പുരുഷന്മാർ ആയുധധാരികളായ ആൾക്കാർക്ക് പോലും ഒറ്റയ്ക്ക് ആ വനത്തിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ട്. കാരണം എന്താ, ക്രൂരമൃഗങ്ങളാ. ക്രൂരമൃഗങ്ങളല്ലെങ്കിലും അപ്രതീക്ഷിതമായിട്ട് വരുന്ന പാമ്പുകളുണ്ട്. അതുപോലെ മാനുഷഭോജികളായിട്ടുള്ള നരഭോജികളായ രാക്ഷസന്മാരുണ്ട്. യാതൊരു സ്നേഹവും കാണിക്കാത്ത സിംഹങ്ങളും കരടിയും കടുവയും കാട്ടുപോത്തും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നിരവധി മൃഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ തങ്ങി നിൽക്കുന്നിടത്ത് ഇത് 1, 2, 5, 10 അല്ല എത്രയാണെന്ന് ഒരു കണക്കുമില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പുരുഷന്മാർക്ക് പോലും കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിനക്ക് എങ്ങനെയാണ് വരാൻ പറ്റുക? കാരണം സ്ത്രീകൾക്ക് വളരെ ഭയക്കേണ്ട സ്ഥലമാണ്. പുരുഷന്മാരെങ്ങനെയെങ്കിലും പോകും, പക്ഷെ സ്ത്രീകൾ ഒരു കാരണവശാലും പോകാൻ പേടിക്കും, ഭയന്നു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ആ ഭാര്യയായിട്ടുള്ള സീതാദേവിയുടെ പ്രതികരണം അത് നമ്മൾക്ക് വളരെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരാൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നിരിക്കട്ടെ, അത് ബിസിനസ് ആവാം, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളാവാം, ഒരു ഗൃഹനിർമ്മാണമാകാം. ഏത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ചെയ്യുന്ന സമയത്ത് ഭർത്താവായ വ്യക്തി എന്ത് വേണമെന്നറിയോ, തൻ്റെ ഭാര്യയോട് ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനം എടുക്കാവൂ. ഭാര്യയോട് ചർച്ച ചെയ്യാതെ ഒരു കാര്യവും തീരുമാനം എടുത്താൽ വിജയിക്കില്ല. വേണമെങ്കിൽ സീതയോട് പറയാതെ ശ്രീരാമന് പോകാം, എന്നാൽ സീതയോട് അഭിപ്രായം പറഞ്ഞിട്ടാണ് ശ്രീരാമൻ ചർച്ച ചെയ്യുന്നത്. അപ്പോഴെന്താ, ആ അവസരത്തിലാണ് ഭാര്യയുടെ പിന്തുണ കിട്ടുക. ഭാര്യ നേരെ പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ. നമ്മുടെ മനസ്സിലില്ലാത്ത പല ആശയങ്ങളും ഭാര്യയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കൂ, ഈ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകുമ്പോൾ അവിടെ സിംഹവും കരടിയും കടുവയും കാട്ടുപോത്തും ആനയും പാമ്പും നിരവധി കരടികളും ചെന്നായും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ യാത്രയിലും ഉണ്ടാകുന്നത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നിരിക്കട്ടെ, അല്ല വേണ്ട നമ്മളൊരു വീട് എടുക്കുന്നിരിക്കട്ടെ, അല്ല നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങുന്നിരിക്കട്ടെ, പുതിയൊരു സംരംഭം തുടങ്ങുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നിരിക്കട്ടെ,
ഇങ്ങനെ പോകുന്ന അവസരത്തിൽ സിംഹത്തെപ്പോലെ, കരടിയെപ്പോലെ, ആനയെപ്പോലെ, കാട്ടുപോത്തിനെ പോലെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ അതിജീവിക്കേണ്ടി വരും. ലൈസൻസിൻ്റെ പ്രശ്നങ്ങൾ വരും, ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങൾ വരും, അതിനനുസരിച്ച് മറ്റു പല പാരകളുണ്ടാവും. ഇതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മളോടൊപ്പം തോളോട് തോള് ചേർന്നിട്ട് നമ്മുടെ സഹധർമ്മിണി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ആശ്വാസമുണ്ട്, നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാലോ. അപ്പോൾ വിശ്വസിച്ചിട്ട് നമുക്കൊരു കാര്യം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാര്യയോളം വിശ്വാസമുള്ളത് വേറൊരാളുമായിരിക്കില്ല. നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് ഈ ഭാര്യയായിരിക്കും. അതാണ് ഇവിടെ പറയുന്ന സിംഹത്തിനെ നമ്മൾ സിംഹമായിട്ട് കാണണ്ട, അത് പല പ്രശ്നങ്ങളായിട്ടാണ് കാണേണ്ടത്. ആ അവസരത്തിൽ ചിലപ്പോൾ രോഗമായിട്ടായിരിക്കും വരിക, അപകടങ്ങളായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥന്മാരുടെ രൂപത്തിൽ വരും, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിരിക്കും ഇത്തരത്തിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പല ചതികളും ഉണ്ടാകും. ഇത് നമ്മുടെ ഭാര്യയുമായി പങ്കുവെക്കുമ്പോൾ ഭാര്യയിൽ നിന്ന് പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് ശ്രേഷ്ഠമാകും, അല്ലെങ്കിൽ അത് നമുക്ക് വളരെ ഉപകരിക്കും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരത്തിൽ അതാണ് സീതാദേവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ കൂടാതെ പോകുന്നത് ശരിയല്ല, അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നിൽ നടക്കാം. ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. രാമായണം വായിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധം ദൃഢമാകണം. അതിനെന്ത് വേണം? ഭാര്യ വേറെയും ഭർത്താവ് വേറെയല്ല നിൽക്കേണ്ടത്, രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ശിവനും ശക്തിയും ഒന്നിച്ചു ചേരുമ്പോഴാണ് ശിവശക്തിയാകുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചേരുമ്പോഴാണ് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുക. അതാണ് ഇവിടെ സീതാദേവി നമുക്ക് കാണിച്ചു തരുന്നത്. ശ്രീരാമചന്ദ്രൻ ആ കാര്യമാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ സീതയും ശ്രീരാമനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലി മാറി നിൽക്കേണ്ട ആൾക്കാരല്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ മുൻകൈയെടുത്ത് പരമാവധി സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നിട്ട്, ഇപ്പോൾ സീതാദേവി പറഞ്ഞല്ലോ, അതേപോലെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നിട്ട് ഭർത്താവിൻ്റെ പിണക്കം തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഭർത്താവ് ഏതെങ്കിലും കാര്യത്തിലൊന്നും പിണങ്ങി നിന്നിരിക്കട്ടെ, ആ പിണങ്ങി നിൽക്കുന്ന സമയത്തും വളരെ നയപരമായിട്ട് ആ ഭർത്താവിൻ്റെ പിണക്കം മാറ്റി തന്നോട് ചേർത്ത് പിടിച്ചാൽ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ ആ തരത്തിൽ ഇനി മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും നയപരമായിട്ട് എത്ര കൊള്ളരുതാത്തവനായാൽ പോലും അവനെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ സ്ത്രീ വിചാരിച്ചാൽ കഴിയും. അത് തുടർന്നുള്ള ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. അതുവരെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം മറ്റൊരു ദിവസം പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.